എന്താണ് ആലോചിക്കണം? അല്ലടാ, നീ പറഞ്ഞില്ലേ നമുക്ക് ഇന്നൊരു ഫീൽ ഗുഡ് മൂവിനെ കുറിച്ചുള്ള ഒരു ഇൻട്രോ പോലെ ചെയ്യണം. ഞാനപ്പോ ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഫീൽ ഗുഡ് മൂവ്മെന്റ് ആയിട്ടുണ്ടായത്? ഈ കാർ ലോൺ എടുത്ത് അതാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഹോം ലോൺ എടുത്ത് അത് അടക്കാൻ വേണ്ടി മാസം കിടന്ന് ഓടുന്നത്. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഇതൊക്കെ. അതൊക്കെ ശരിയായിക്കോളാം, അതൊക്കെ വിട്ടുകളാ, അതൊക്കെ പോട്ടെ. എല്ലാവർക്കും ഉള്ളതാണ് അതൊക്കെ. അതൊക്കെ പതിയെ പതിയെ പോയിക്കോളൂ, അതൊക്കെ സെറ്റായി പോയിക്കോളൂ. നിനക്ക് കാറുണ്ടോ? ഇല്ല. വീടാ? ഇല്ല. എന്നിട്ട് ഞാൻ ആയിട്ട് എന്താ പറയണത്? എന്റെ സങ്കടം എനിക്കേ അറിയുള്ളൂ. നിന്റെ ലേസ് എന്താ? ഇല്ല. ഹായ്, ഹലോ ഗോകു. ഈ ഫീൽ ഗുഡ് മൂവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽ ഗുഡ് എന്ന് പറഞ്ഞ ജോണർ തന്നെ ഇല്ല. ആൾക്കാർ അത് കാറ്റഗറൈസ് ചെയ്ത് വെച്ചേക്കണേ. ഇപ്പൊ ഒരു സിനിമ കണ്ടിട്ട് പുറത്തോട്ടിറങ്ങി വന്നിട്ട് സന്തോഷത്തോടെ വരില്ലേ, അപ്പൊ അവര് പറയും അതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇവര് ഉദ്ദേശം വെച്ചാൽ ഒരു സിനിമയില് കുറെ കോമഡി, കുറച്ച് സങ്കടങ്ങൾ, ഇപ്പൊ ആൾക്കാർ പിരിയണം, അങ്ങനെയുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ എല്ലാവരും ഒന്നിക്കണം, എന്നിട്ട് സന്തോഷത്തോടെ തീരുന്ന സിനിമകളെയാണ് ഇവര് ഈ ഫീൽ ഗുഡ് മൂവീസ് എന്ന് പറയുന്നത്. സോ ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 ഫീൽ ഗുഡ് മൂവീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ആയ. ജിന്ദഗി നാ മിലേഗി ദുബാര. ഈ പേര് കേൾക്കുമ്പോൾ നിന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് എന്റെ മനസ്സിലോട്ട് ആദ്യം കൂടി വരുന്നത്. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ഫ്രണ്ട്സും കൂടി ആയിട്ട് പോയ കണ്ട സിനിമയാണ് 2011 നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടി പോയത്. 2011 നമ്മൾ പോയത്, ഓർക്കണ്ട. തിയേറ്ററിൽ പോയിരുന്നിട്ട് സിനിമ കണ്ടായിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മ അപ്പൊ തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയ സിനിമയാണ്. പിറ്റേ ദിവസവും ഈ സിനിമ അവിടെ വെച്ചിട്ട് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയി കണ്ടതാണ്. ജോയ അക്തറാണ്, അറിയാലോ. പുള്ളിക്കാരത്തിന്റെ പടങ്ങളൊക്കെ ഒരു ഫീൽ ഗുഡ് ടച്ച് ആണ് പടങ്ങൾക്കെല്ലാം. എടുത്തു പറയേണ്ടത് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇപ്പൊ കാസ്റ്റിലേക്ക് കടക്കാം. കാസ്റ്റില് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോ നമ്മുടെ 3 ഫ്രണ്ട്സാണ്, 3 ഫ്രണ്ട്സിന്റെ കഥയാണ്. അതില് ഋത്തിക് റോഷനാണ് ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം ഫർഹാൻ അക്തറാണ്. പിന്നെ ഒരെണ്ണം അബേഡിയോളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. 3 ഫ്രണ്ട്സിന്റെ കഥയാണ്. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫർഹാൻ അക്തറിന്റെ ക്യാരക്ടറല്ലേ. അടിപൊളി ക്യാരക്ടർ, ഒരു രക്ഷയിലാണ് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇമ്രാൻ എന്നാണ് തോന്നുന്നു ക്യാരക്ടറിന്റെ പേര്. ഇമ്രാൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സ്റ്റോറി വൺലൈനായിട്ട് നീ ഒന്ന് പറഞ്ഞു. ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 3 ഫ്രണ്ട്സിന്റെ ഇതാണ്. ഇവര് 3 പേരും കൂടി കോളേജിൽ പ്ലാൻ ചെയ്തതാണ്. ഇവര് ഫസ്റ്റ് ആരെ കല്യാണം ഇതാക്കുന്നു. അപ്പൊ ആ സമയത്ത് ഇവര് ബാച്ചിലർ ട്രിപ്പ് പോണേ, സ്പെയിനിൽ പോവാ. ഇവര് 3 പേരും 3 ഗെയിം സെലക്ട് ചെയ്യും. 3 ഇതായിട്ടുള്ള അത് 3 പേര് ഇവര് ഏതാണെന്ന് ഇവര് ചോദിക്കാതെ കരുതി ഇവരത് ചെയ്യണം എന്നുള്ളൊരു ഇത്. അന്നൊരു ഒരു പാക്ക് പോലെ, ഒരു ഉൾഫ് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാക്കായിരുന്നു ഇതാണ്. അപ്പൊ അത് ഇതില് നമ്മുടെ കബീർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അബേഡിയോളാണ്. അപ്പൊ കബീറിന്റെ മാരേജിന്റെ സമയത്താണ് ഇവര് ഇതാക്കുന്നത്. അപ്പോ അതാണ് ശരിക്കും പറയുന്ന സ്റ്റോറി. ഇവര് ഫ്രണ്ട്സ് 3 പേരും കൂടി പോകുന്ന ഒരു അഡ്വഞ്ചർ ആണിത്. പക്ഷേ ഇവര് 3 പേർക്കും ഉണ്ടാവുന്ന സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇവർ ഈ അഡ്വഞ്ചറിന് വേണ്ടി വരുന്നത്. മറച്ചു വെക്കല്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സിന്റെ ഇടയിൽ അത് മറച്ചു വെച്ചിട്ട് ഇവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ഇവരിവിടെ പോകുന്നത്. ജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം. അത് നീ പറഞ്ഞില്ല നിനക്ക് ഇഷ്ടമുള്ളത് ക്യാരക്ടറിന്റെ കാഴ്ച പറഞ്ഞു. എനിക്ക് ഇതിനകത്ത് കബീർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ടു. കാരണം കബീറിന്റെ ശരിക്കും പറഞ്ഞ സ്റ്റോറി പറയുന്നത് തന്നെ കബീറിന്റെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി പറയുന്നത് തന്നെ. പുള്ളിയുടെ മാരേജിന്റെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. അപ്പോ അതിൽ പുള്ളി അനുഭവിക്കുന്ന കാര്യങ്ങളും, പുള്ളി എന്താ സംഭവം, ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് പോലും അല്ല കല്യാണം കഴിക്കുന്നത്. പുള്ളിക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ ഒരിക്കലും ആ ഒരു ആക്സിഡന്റിലായിട്ട് നടക്കുന്ന ഒരു സംഭവത്തിന് പുള്ളിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോ പുള്ളിക്ക് ആകെ ഉണ്ടാവുന്ന സന്തോഷവും ഫ്രണ്ട്സ്. നമ്മളിപ്പോ പറയൂല, നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് കാര്യവും ചില കാര്യങ്ങൾ നമുക്ക് പാരന്റ്സിന്റെ അടുത്ത് പറയാൻ പറ്റും, ചില കാര്യങ്ങൾ നമ്മൾ ഗേൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് എല്ലാം പറയാൻ പറ്റുന്ന ഒരാൾക്കാരെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സാണ്.
അവരുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ സന്തോഷം ഉണ്ടാവും. അപ്പൊ ആ ഒരു തീമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതാക്കിയത്. ബേസിക് തീം അതാണ്, ബേസിക് കോർ തീം അതാണ്. ഫ്രണ്ട്ഷിപ്പ് ബേസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. ത്രൂ ഔട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ, അതും ഇവര് ഇപ്പൊ ചെറുപ്പം മുതലുള്ള ബോണ്ട് ആ സമയത്ത് അവർക്ക് ഉണ്ടാവില്ല. അവർ ആ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ അവർ കുറച്ചുകൂടി അടുക്കും. കാരണം അവരുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് ഇവർക്ക് അങ്ങാട് ഇങ്ങോട്ട് അവർ ഷെയർ ചെയ്യൂല. ഓട്ടോമാറ്റിക്കലി എല്ലാവരും റിവീൽ ആവലാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫർഹാന്റെ ഇമ്രാൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അവന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാല് അവന്റെ പാസ്റ്റിന്ന് അവനിക്ക് രക്ഷപ്പെടണം. അതാണ് അവന്റെ മെയിൻ സംഭവം. അവനിക്കൊരു ബയോളജിക്കൽ ഫാദർ ഉണ്ട്. അവന്റെ ബയോളജിക്കൽ ഫാദർ സ്പെയിനിലാണെന്നാണ് പറയണത്. അപ്പൊ ഇവിടെ വരുമ്പോ പുള്ളിയെ കണ്ടെത്തണം, പുള്ളിനെ കൺഫ്രണ്ട് ചെയ്യണം, പുള്ളിയുടെ മുമ്പിൽ പോയി നിൽക്കണം എന്ന് ധൈര്യം സംഭരിച്ചാണ് അവൻ ഇവിടെ വരുന്നത്. കാരണം അവന്റെ പാസ്റ്റ് ലൈഫിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പാസ്റ്റിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ആ പാസ്റ്റിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ഇതിലാണ് അവൻ ഇവിടെ വരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവനിക്ക് വരുന്ന മാറ്റങ്ങൾ ഇതിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ളത് പറയാൻ ഡയറക്ടറാണ് ശരിക്കും. കാരണം അത്രയും സങ്കടം അവൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അവൻ അത്ര ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കും. എല്ലാവരും മുമ്പിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കും. എന്നിട്ട് പതിയെ ഇവന്റെ പാസ്റ്റിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇവന്റെ ഈ ഫർഹാൻ അക്തറിന്റെ ക്യാരക്ടർ, ഇമ്രാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളെ ഋതിക് റോഷന്റെ ക്യാരക്ടർ ഉണ്ട് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പുള്ളിയുടെ തന്നെയാണ് അങ്ങനെ തന്നെ. പുള്ളിക്ക് ഒരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷനിൽ പുള്ളിക്ക് പക്ഷേ ഒരു വലിയൊരു ജോബാണ്. പുള്ളി ഒരു മറ്റേ ഇതില്ലേ ട്രേഡിംഗ് ബ്രോക്കറാണ്. അപ്പൊ അത്ര ക്യാഷ് എന്നുള്ളതാണ്. അപ്പൊ പുള്ളി ലൈഫും വർക്കും തമ്മിൽ കൂട്ടിക്കൊഴിക്കാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാല് വർക്കിന് കൂടുതൽ ഇത് കൊടുക്കാൻ തുടങ്ങി, പ്രാധാന്യം കൊടുത്ത് തുടങ്ങിയപ്പോ ലൈഫ് നശിക്കാൻ തുടങ്ങി. പുള്ളിക്കാരന്റെ ഗേൾഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പൊ പെട്ടെന്നൊരു വലിയൊരു ഇത് വന്നപ്പോ പുള്ളി ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പോകാനുള്ള ട്രിപ്പിന്റെ ടിക്കറ്റ് പുള്ളിക്കാരത്തിനടുത്ത് പോലും ഡിസ്കസ് ചെയ്യാണ്ട് ഒറ്റയടിക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് പുള്ളി ആ ഒരു ഇതായപ്പോ ജീവിതം നശിക്കുന്നത് പുള്ളി അവിടെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫ് ആയിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്നൊരു രക്ഷപ്പെടലായിട്ടാണ് പുള്ളി വരുന്നത്. ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവര് 3 പേരും 3 ഗെയിം സെലക്ട് ചെയ്യും. ഇവര് ഓരോ ഗെയിമിലും ഓരോരുത്തരുടെ ഉണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുണ്ടായ ലൈഫിൽ അതെല്ലാം അവര് ഓവർകം ചെയ്യണം. ഓരോ കഴിയും തോറും ഇവരെല്ലാരും മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റത്തെ ഇതിൽ തന്നെ സ്കൂബ ഡൈവിംഗ് ആണ്. അണ്ടർ വാട്ടർ ഡൈവിംഗിൽ തന്നെ ഋതിക് റോഷന്റെ ക്യാരക്ടർ അവിടെ ക്ലീൻ ആയി. അവനെ നീന്തൽ അറിയില്ല. അതുപോലെ തന്നെ അടുത്തത് സ്കൈ ഡൈവിംഗ് ആയപ്പോ അടുത്ത ആളാണ് മെയിൻ കബീർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ പുള്ളി. അത് കഴിഞ്ഞ് ആ സ്കൈ ഡൈവിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ടൊമാറ്റോ ഫെസ്റ്റിവല് അവിടെ നടക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ലൈക്ക് സംശയം തോന്നുന്നത്, എന്താണ് ഈ പ്രശ്നം, അങ്ങനത്തെ ഉള്ള ഒരു ക്യാരക്ടർ എന്താണ് വെച്ചാ മാരി ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ എപ്പോഴും തല്ലുകൊടുത്തും. ഇവർ കാണുന്ന ആൾക്കാർക്ക് ഇപ്പൊ സംശയം തോന്നില്ല. ഇപ്പൊ എന്താ നമ്മ ധൃതി പിടിച്ചിട്ടാണ് കല്യാണത്തിന് അതൊരു സീൻ ഉണ്ട്. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ചത്? ഇപ്പൊ ഓക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ ധൃതി പിടിച്ച കല്യാണം കഴിച്ചാന്നോട് ചോദിക്കത്തില്ലോ പറയണ്ടേ, ഞാൻ ധൃതി പിടിച്ചല്ല. അപ്പോഴാണ് അവരൊരു ഇതിന്റെ മെയിൻ സംഭവം പറയുന്നത്. ഞാൻ പറഞ്ഞത് സ്പോയിലറാവും എന്താണ്, കാരണം ഈ സിനിമ മൊത്തം ട്വിസ്റ്റ് അതിലായിരിക്കുന്നത്. അതിലാണ് ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് റിവീൽ ചെയ്യണ ഒരു സ്ട്രഗിൾ നമുക്ക് ത്രൂ ഔട്ട് കാണാൻ പറ്റും. അത് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മാരേജിലാണ് അവൻ പോയി ചെന്ന് പെട്ടേക്കണം. എന്നിട്ട് ആ ഫെസ്റ്റിവൽ കഴിയുമ്പോഴേക്കും ഒരുവിധം എല്ലാം ഇതായി തുടങ്ങും. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴേക്കും എല്ലാം ഒരുവിധം ചുരുട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3ാമത്തെ കൊടുക്കണ ചാലഞ്ചാണ്. ആ പുള്ളിന്റെ ഉള്ളിൽ ഓടില്ല. അപ്പോഴാണ് അവര് പറയണ ലൈക്ക് നമ്മുടെ ഫിയറിനെ നമ്മൾ നേരിടണം. അതിന് വേണ്ടിയിട്ടാണ് ആ 3ാമത്തെ ഇതിൽ വെച്ചേക്കുന്നത്. അത് സെലക്ട് ചെയ്തത് ഇമ്രാന്റെ ക്യാരക്ടർ, അവന്റെ ഗെയിമാണ് അത്. അത് അവര് തീർക്കണേന് മുമ്പായിട്ട് അവർ 3 പേരും ഓരോ പ്രോമിസ് ചെയ്യും. ഋതിക് റോഷൻ പറയും, എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള ഈ ജോലി ഞാൻ വിട്ടിട്ട് ഞാൻ കൈഫിന്റെ ക്യാരക്ടറിനായിട്ട് ഞാൻ ഒന്നിക്കും. അതുപോലെ തന്നെ കബീർ പറയും, ഞാൻ ഈ മാരേജിൽ നിന്ന് ഞാൻ പിന്മാറും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്രാന്റെ ക്യാരക്ടർ പറയും, ഞാൻ നിങ്ങളെ 2 പേരും വെച്ച്. കാരണം ഇമ്രാന്റെ ഒന്നും പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് വേണ്ടിയിട്ടായിട്ടും ഒന്നും എഴുതിയിട്ടില്ല. പുള്ളി ഈ റൈറ്ററും കാര്യങ്ങളൊക്കെയാണ്. പുള്ളി എഴുതുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി, പരസ്യത്തിന് വേണ്ടി മറ്റേതിനൊക്കെ വേണ്ടി പുള്ളി എഴുതുന്നത്. പുള്ളി സ്വന്തമായിട്ട് ഒരു ബുക്ക് എഴുതുന്നതാണ്. അതും ഈ 2 സുഹൃത്തുക്കളെ വെച്ചിട്ട് എഴുതുന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടാണ്. അങ്ങനെ പ്രോമിസ് ചെയ്തിട്ടുള്ള ഇതാണ്. ആ സിനിമ തീർന്നു കഴിയുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഫ്രണ്ട്ഷിപ്പിനുള്ള വാല്യൂ എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു. ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, അതിനപ്പുറം നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഓരോ ഫിയർ ഉണ്ടല്ല, അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ ചിലപ്പോ ട്രിപ്പ് കൊണ്ട് മാറുമായിരിക്കും. അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒരു ചിലപ്പോ ട്രിപ്പ് വേണമെന്നില്ല, ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരുന്നിട്ട് നമ്മളൊന്ന് സംസാരിച്ചാൽ മതിയാവും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ, അല്ലെ? അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണിത്. ഞാൻ ഇത്രയും നാളും കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ടുള്ള സിനിമ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സെലക്ട് ചെയ്തത്, ഫീൽ ഗുഡ് മൂവീസിൽ സെലക്ട് ചെയ്തത്.